ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 250 ml 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. കയ്യിലുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴേ പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാല് തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ലോണം കലക്കിയെടുക്കാം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചിട്ട് ഇളക്കി എടുക്കാം. ഇതൊന്ന് കുറുകി വരണേ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. അതുവരെ നിങ്ങൾ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മാങ്ങ അരച്ചതാണ്. ഇപ്പം വലിയ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ അരമുറി നിങ്ങൾ എടുത്താൽ മതിയാകും. ഇനി ഇതും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ബാക്കി നിങ്ങൾക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ദോശമാവിന്റെ പരുവത്തിൽ കലക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഈ ബാറ്ററിലേക്ക് ഞാൻ സ്വല്പം യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പോൾ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കുക. ദോശമാവിന്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മുകൾ മാവൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മുരിയിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം.